ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട പോലെ തന്നെ നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗ്രാമശ്രീ കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. നമ്മളെ ദാസനും വിജയനും നല്ല ഫ്രണ്ട്സേനും. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ ഇരിക്കുമ്പോൾ ദാസൻ പറഞ്ഞ് എനിക്ക് ഒരു 10 രൂപ കോഴീനെ വേണോ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയം ആദ്യമൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞേരം വീണ്ടും അവരിങ്ങനെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഓക്കെ നീ വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി പോയിട്ട് ഗ്രാമശ്രീ കോഴിയാണ് വാങ്ങി കേട്ടോ. ഒരു 20 ഗ്രാമശ്രീ കോഴീനെ നമ്മുടെ വിജയനും ദാസനും കൂടി വാങ്ങി. ഇപ്പോൾ കൂടുതലെല്ലാം സെറ്റപ്പാക്കി അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം മുട്ടയിടേണ്ട സമയമായി. ഒരു 6 മാസമെല്ലാം കഴിഞ്ഞ് മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെ ദാസൻ്റെ കോഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മുട്ട കിട്ടുന്നുണ്ട്, വലിയ തീറ്റ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിജയം ദാസനോട് പറയുന്നത്, എനിക്കിത് ഭയങ്കര നഷ്ടമാണ്, മുട്ടത്തീറ്റയൊന്നും മുതലാകുന്നില്ല, ഇത്ര മുട്ടയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ദാസൻ ഇതിൻ്റെ അകത്ത് ചോദിച്ച്, നീ എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഫുൾ ടൈം മുട്ടത്തീറ്റ, വിജയം ഫുൾ ടൈം മുട്ടത്തീറ്റ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ദാസൻ പറഞ്ഞത്, കാരണം ഈ ഗ്രാമശ്രീ കോഴി എന്ന് പറയുന്നത് നമുക്ക് എല്ലാതരം തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റിയ കോഴിയാണ്. ഈ ഫുൾ ടൈം മുട്ടത്തീറ്റ കൊടുക്കുന്നതാണെങ്കിൽ വിജയൻ എന്ത് സെലക്ട് ചെയ്യണേനു? BV380 പോലത്തെ കോഴീനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കോഴികളെ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ നഷ്ടത്തിലേക്ക് നമ്മൾ പോകും. ഇത് പല ആൾക്കാരും അറിയാണ്ടാണ് ഈ കോഴികളൊക്കെ പോയി വാങ്ങുന്നത്. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. പല ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വിളിക്കുമ്പം അധികം ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കോഴികളെ സപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ വിജയനെ പോലെ കറക്റ്റായിട്ട് നമ്മൾ അറിയാതെ ഇതിൻ്റെ അകത്ത് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ ദാസൻ എന്താ ഉദ്ദേശിച്ചത്? ദാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഫുഡ് വേസ്റ്റും കുറച്ച് മുട്ടത്തീറ്റയും കൊടുത്തിട്ട്, കാരണം കണ്ടവനെ ഫുഡ് വേസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അത് കോഴികൾക്ക് കൊടുക്കുക, പിന്നെ കുറച്ച് മുട്ടത്തീറ്റ കൊടുക്കുക, പിന്നെ അവരിൽ നിന്ന് കുറച്ച് മുട്ടയും കൂടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ദാസൻ പ്ലാൻ ചെയ്ത്. പക്ഷേ വിജയൻ്റെ പ്ലാനിങ് ഫുള്ള് ദാസൻ വാങ്ങുന്നുണ്ടാവുകൊണ്ട് ഞാനും വാങ്ങി, അങ്ങനെ ഇതിൽ ഒന്നും നോക്കിയില്ല, അങ്ങനെ അങ്ങ് വാങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ കോഴി വളർത്തൽ നമുക്ക് എപ്പോഴും നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഥ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ കഥയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കോഴീനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എങ്ങനെ വളർത്താനാണ്. ഒന്ന് കേജ് സിസ്റ്റത്തിലാണോ, അല്ലെങ്കിൽ ഇളക്കിവിട്ട് വളർത്താനാണോ? പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് തീറ്റ നമ്മളെങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വീട്ടിലെ ഫുഡ് വേസ്റ്റ് കൊടുക്കാനാണോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ക്ലാരിറ്റി വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് വേസ്റ്റ് ബാക്കി വരുന്നുണ്ടെങ്കിൽ, പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, അത് കുറേ ഉണ്ടെങ്കിൽ ഓക്കെ, അത് വെറുതെ നമ്മൾ പുറത്ത് പോയി കളയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തു കൊണ്ടുപോയി കളയുന്നതിന് പകരം അത് കോഴിക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയൊരു മുട്ട കിട്ടുന്നുണ്ട്, നല്ലതല്ലേ? അപ്പോൾ അങ്ങനെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും, ഇപ്പോൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് മാത്രം വേണമെന്നില്ല. ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് പച്ചക്കറി വേസ്റ്റോ, ഈ നുറുക്ക് ഗോതമ്പ് അങ്ങനെ വേസ്റ്റ്, അരി അങ്ങനെ ഇതൊക്കെ റേഷൻ പീടിക പോയാലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഗ്രാമശ്രീ പോലത്തെ കോഴിയാണ് ഏറ്റവും നല്ലത്. ഈ ഗ്രാമശ്രീൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാമശ്രീ നമുക്ക് അയച്ചുവിട്ട് വളർത്താം, കേജിനും വളർത്താം, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോഡി വെയിറ്റൊക്കെ വെക്കുന്ന കോഴിയാണ്. തീറ്റ നമ്മൾ നോക്കേണ്ടത് പകുതി അളവിൽ മുട്ടത്തീറ്റയും പകുതിയോളം നമുക്ക് ഈ ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും അതൊക്കെ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കോഴീനെ വളർത്താൻ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ നമുക്ക് വിജയൻ്റെ അവസ്ഥയായിരിക്കും വരുക. കാരണം ഇവിടെ വിജയൻ ചെയ്ത തെറ്റെന്നാണ്, ഒന്നും നോക്കാണ്ട് പോയി കോഴീനെ വാങ്ങി. കാരണം വിജയൻ്റെ വീട്ടിൽ ഇതുപോലെ ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ പക്ഷേ ദാസൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് വേസ്റ്റ് ഉണ്ട്. ദാസൻ നല്ല പ്ലാനിങ്ങോടെ മുമ്പോട്ടേക്ക് പോയത്. പക്ഷേ നമ്മൾ ഈ കഥയെ പറഞ്ഞ പോലെ തന്നെ വിജയൻ ഒരു പ്ലാനിങ്ങും ഉണ്ടായില്ല. അതുകൊണ്ടാണ് വിജയൻ ഫുൾ ടൈം തീറ്റ കൊടുത്ത്, അതായത് ഈ BV380 കൊടുക്കുന്ന പോലെ തന്നെ മുട്ടത്തീറ്റ ഇവർക്ക് കൊടുത്ത്. പക്ഷേ BV380 നമുക്കറിയാം ഒരു വർഷത്തിൽ 320 ആ റേഞ്ചിൽ 300-320 മുട്ട കിട്ടും. പക്ഷേ ഗ്രാമശ്രീ ആകുമ്പോൾ നമുക്ക് മുട്ടത്തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം 200-220 മുട്ടയൊക്കെ കിട്ടുള്ളൂ. കാരണം രണ്ടിനും പ്രൊഡക്ഷൻ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഈ കോഴീനെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഗ്രാമശ്രീ കോഴി നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ BV380 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് രോഗപ്രതിരോധശേഷി കൂടുതലാണ്. പിന്നെ ഫ്രീ റേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ കേജ് സിസ്റ്റത്തിൽ എങ്ങനെയും വളർത്താം. പിന്നെ മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ടാകും, മുട്ട വലിപ്പം ഉണ്ടാവും. നമ്മളെ നാടൻ കോഴീൻ്റെ പോലെയല്ല, മുട്ട അത്യാവശ്യം വലിപ്പം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് ഓരോ ഏരിയ പോലെയാണ് കേട്ടോ. ചില ഏരിയയിൽ മുട്ട വലിപ്പം കുറവൊക്കെ ആണെങ്കിൽ അവർ കസ്റ്റമർ ചിലപ്പോൾ വാങ്ങൂല. ചില ആൾക്കാർ അതിൻ്റെ ഗുണങ്ങൾ, നാടൻ കോഴിൻ്റെ മുട്ടേൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലത്തെ തീറ്റയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. തീറ്റ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു കോഴിക്ക് ഇപ്പം ഗ്രാമശ്രീ എന്ന് വെച്ചാൽ നമുക്കൊരു 110-120 ഗ്രാമൊക്കെ കൊടുക്കാം. കാരണം അത്യാവശ്യം ബോഡി വെയിറ്റ് കോഴി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയിട്ട് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ കോഴി ഒരു മിനിമം 2-2.5 കിലോ തൂക്കമൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്കെന്താ പറയണ്ടേ, ഇറച്ചിക്ക് കിലോന് ഇപ്പം എനിക്കൊന്ന് 120-130 പോകുന്നുണ്ട്. 10-250 ഉറുപ്പിക ചിലപ്പോൾ നമുക്ക് ആ ഒരു കോഴീനെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അധികം ആൾക്കാർ നമ്മൾ ഈ ഗ്രാമശ്രീ പൂവൻ കോഴി ഉണ്ടല്ലോ, അതിപ്പം പല ആൾക്കാരും എടുത്തിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പൂവൻ കോഴികൾക്ക് നല്ല അളവിൽ തീറ്റയൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഒരു 4-5 മാസം കൊണ്ട് തന്നെ ഒരു 2.5 കിലോന് അടുപ്പിച്ച് തൂക്കമൊക്കെ വെക്കും. അതിന് 3 മാസം 4 മാസം കൊണ്ടൊക്കെ ഇങ്ങനെ 2-2.5 കിലോക്ക് മേലെ തൂക്കം കിട്ടുന്നതിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു ആവറേജ് ഒരു 4 മാസം 5 മാസമൊക്കെ എടുക്കാം. നമ്മളിതുപോലെ ലോക്കൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുമ്പോൾ ഒരു 4-5 മാസം നമുക്ക് ഏകദേശം എടുക്കുക ഒരു ആവറേജ്. പിന്നെ നമ്മൾ ഗ്രാമശ്രീ കോഴികളെ ഇപ്പോൾ നമ്മളധികം വാങ്ങുക ഒരു മാസം അല്ലെങ്കിൽ 45 ദിവസം ഉള്ള കോഴികളായിരിക്കുമല്ലോ വാങ്ങുക. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 45 ദിവസം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഗ്രോവർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മുട്ടയിടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5.5 to 6 മാസത്തിനുള്ളിൽ ഇവർ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് ഗ്രോവർ ഒരു 5.5 മാസം വരെ ഗ്രോവർ. പിന്നെ ആ മുട്ടയിടുന്നതിൻ്റെ ഒരു 2 ആഴ്ച, അതായത് 5.5 മാസം കഴിഞ്ഞ ഉടനെ നമുക്ക് പിന്നെ നമ്മുടെ ലെയർ മാഷ് ഉണ്ടല്ലോ, മുട്ടത്തീറ്റ, അതിൽ കൊടുത്തു തുടങ്ങണം. നോർമലി ഇപ്പം കോഴി ഒരു 5.5 മാസമാകുമ്പോൾ മതിയാവും. ഗ്രാമശ്രീ നമ്മൾ നോർമലി അറിയാമല്ലോ 5.5 to 6 മാസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 5.5 മാസം മുതൽ നമുക്ക് ലെയർ മാഷ് കൊടുത്തു തുടങ്ങാം. ഈ ലെയർ മാഷ് കൊടുക്കുമ്പോൾ വെച്ചാൽ ഒരു അളവ് എപ്പോഴും നോക്കുക, ഒരു 50% ലെയർ മാഷ് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും. ഇപ്പം നമുക്ക് ഗ്രാമശ്രീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു 120 വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 50 ഒരു കോഴിക്ക് ഒരു 50-60 ഗ്രാം നമ്മൾ മുട്ടത്തീറ്റ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 60 ഗ്രാമോളം നമുക്ക് ഈ ഫുഡിൻ്റെ പച്ചക്കറി വേസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത്, അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ചക്കറി വേസ്റ്റ് നമുക്ക് അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവർ അത്യാവശ്യം ബോഡി വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഇറച്ചിക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം ബോഡി വെയിറ്റ് കിട്ടണം. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ ഗോതമ്പ് അങ്ങനെ ഇതൊക്കെ കൂടിയാൽ കുഴപ്പമില്ല. പക്ഷേ മുട്ടത്തീറ്റ മിനിമം ഒരു 50-60 ഗ്രാമെങ്കിലും ആ ഒരു അളവിൽ കൊടുക്കണം. പിന്നെ ഈ ഗ്രാമശ്രീ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ലാഭം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ കോഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം മുട്ടത്തീറ്റ കൊടുത്ത് വളർത്തുന്നതിനെ പറ്റി എനിക്ക് അത്ര വലിയ ഒരു അഭിപ്രായമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു കമ്പനി പറയുന്ന ഈ നമ്മളെ ഗവൺമെൻറ് ഫാമൊക്കെ ഉണ്ട്, അവരെന്നെ പറയുന്നത് 150, 200, 220 മാക്സിമം ആ ഒരു റേഞ്ചിനുള്ളിലാണ് മുട്ട ഉൽപ്പാദനം ഉണ്ടാവുക. നമ്മുടെ BV380 വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. BV380 എന്ന് പറയുന്നത് നമ്മളെ ബൾക്ക് ലെവലിൽ മുട്ട ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. കാരണം ഇവിടെ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇത്രയും ഫുഡ് വേസ്റ്റ് നമുക്ക് വരണം. നമ്മൾ ഏതെങ്കിലും ഷോപ്പായിട്ട് ടൈപ്പാക്കി കുറേ പച്ചക്കറി ഇതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇത് കൊടുക്കാം, ഇത് മുട്ട ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കാം. ഇതിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കുറേ ഷോപ്പായിട്ട് ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് ഇത്രയും ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു 100 കോഴിയൊക്കെ മിനിമം ഉണ്ടെന്നിരിക്കും. അപ്പോൾ അത്രയും കോഴികൾക്ക് നമ്മൾ അത്രയും സാധനം നമുക്ക് വീട്ടിൽ ഏതായാലും ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. പക്ഷേ അതൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം, ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പക്ഷേ ഇത് വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ ഒരു 100% ഏറ്റവും നല്ലത് നമ്മളെ ഗ്രാമശ്രീ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു 10 കോഴി 20 കോഴിയൊക്കെ ഉണ്ട്, നമ്മളെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാം. നമ്മളിപ്പോൾ 4-5 പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പം അത്യാവശ്യം ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെറുതെ പുറത്ത് കളയുന്നതിന് പകരം ഇവർക്ക് കൊടുക്കുക, അതിൻ്റെ കൂടെ മുട്ടത്തീറ്റ കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുട്ടയും കിട്ടും. പക്ഷേ നേരെ മറിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഇതേ അവസ്ഥയിൽ നമ്മൾ BV380 വളർത്തുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ഉണ്ട്. പക്ഷേ ഫുഡ് നമുക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ BV380 കൊടുത്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ മുട്ട ഉൽപ്പാദനം കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഗ്രാമശ്രീയാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ എങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നു, തീറ്റ എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഈ 2 ചോദ്യം അപ്പം നമ്മൾ മുമ്പിൽ ഉണ്ടാവണം. ആ ചോദിച്ചതിന് ശേഷം അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കോഴിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല കോഴികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾ കേരള NH ഹൈവേ ഡെലിവറി ഉണ്ട്. ഇതുപോലെ തന്നെ ഗ്രാമശ്രീ ഉണ്ട്, BV380, സൊണാലി, കൈരളി അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യുവകർഷൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ കോഴികളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.